എല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് കൊല്ലംകാർക്ക് കൊല്ലം പുതിയകാവ് ക്ഷേത്രത്തിൽ പൊങ്കാലയാണ്. അപ്പം അമ്മ ഈ വർഷം പൊങ്കാല ഇടുന്നില്ല. അപ്പം അമ്മയുടെ അമ്മ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം അമ്മ അമ്പലത്തിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പം അവിടെ ചെന്നിട്ട് പൊങ്കാല കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഓക്കെ. ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ല ചെലതിരുമുകൾ കണ്ടുകാരി കളി തുടങ്ങി അപ്പോഴ് അമ്മ ചോറൊന്നും കഴിച്ചില്ല. അപ്പം ഞാൻ നാളെ കുറച്ച് ചോറ് വെക്കാനായിട്ട് അരി അടപ്പിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പാവയ്ക്ക തേര് വെക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് പാവയ്ക്ക അമ്മ ഇവിടുന്ന് പിച്ച്, നമ്മളെ വീട്ടിലെ പാവയ്ക്ക കേട്ടോ. കണ്ടോ, പിച്ച് വട്ടത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതാ തേങ്ങ വറുക്കുക. അപ്പം അരി താണ്ടേ മംഗലത്തിൽ ഇട്ടിട്ടുണ്ടേ. മംഗലത്തിൽ ചോറിന് പാവയ്ക്ക തീരൊക്കെ ഇട്ടായിരിക്കാം. അപ്പം അരി താണ്ടെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങ വറുക്കണം. വറുത്തരച്ചില്ലേ വെക്കുന്നത്? തേങ്ങ വറുക്കാനായിട്ട് നമ്മൾ തേങ്ങ താണ്ടേ തിരുമ്മി ഇട്ടിട്ടുണ്ട്. അപ്പം ഈ തേങ്ങ വറുത്തിട്ട് നമുക്ക് വരാം. അതിൻ്റെ ഒരു കാന്താരി ചൂട് കാന്താരി ഉണ്ട്. അപ്പം അതിൽ നമുക്ക് കാന്താരി വെപ്പിച്ചാൽ. അപ്പം നമ്മൾ തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു ചെറിയ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ 1.5 സ്പൂൺ, പിന്നെ എരിയുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, സ്വല്പം ഉലുവ, കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ചട്ടിയിൽ നല്ല ചൂടുണ്ടേ. ഈ ചൂട് മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതിനകത്തിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് സൂപ്പറായിട്ട് മിക്സ് ചെയ്യാം. എന്താ ചട്ടിയുടെ ചൂട് മതി നമുക്കിത്. എന്നിട്ട് ഇതാ തക്കാളി ചേർക്കുന്നില്ല, ഇത്രയും
പുളി അമ്മ ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ കാന്താരി, പഴുത്ത കാന്താരി ഉണ്ട്, ഇത് ചതച്ചിടുന്നുണ്ട്. പാവയ്ക്കയുണ്ട്, ഉള്ളിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആ ചട്ടിയിൽ തന്നെ താണ്ടേ ഇത്തിരി അധികം തോന എണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും പാവയ്ക്കയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പാവയ്ക്ക ഇട്ടൊന്ന് വയറ്റാം. ഇച്ചിരി തോന എണ്ണ എടുത്തിട്ടുണ്ട് ആ ചട്ടിയിൽ തന്നെ, തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെ. നമുക്ക് ഇച്ചിരി തോന എണ്ണ ഒഴിച്ച് ഈ പാവയ്ക്ക, ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും ഇട്ടിട്ടില്ലേ. പാവയ്ക്ക നല്ലോണം വയറ്റി കൊടുക്കാം. പിന്നെ ഇച്ചിരി ഉപ്പിടണം, കാരണം ഈ പാവയ്ക്ക വയറ്റി എടുക്കല്ലേ. പാവയ്ക്ക ഒരു പരുവായി വരുമ്പോൾ നമ്മൾ കൊച്ചുള്ളി ഇടാം. ഇത് ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്ക് വയറ്റാം. കുറച്ച് ഉപ്പിടും. കുറച്ച് ഉപ്പ് മതി. ഇത്രയും ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. അത് നമുക്ക് അരി വേവുക. നമുക്ക് വയസ്സെടുക്കട്ടെ. അപ്പോഴേക്ക് നമുക്കത് അരച്ചുകൊണ്ട് അപ്പം നമ്മളെ തീയലിനുള്ള പാവയ്ക്കൊക്കെ മുക്കാൽ ഭാഗം മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ ചതച്ച് വെച്ചേക്കുന്ന കാന്താരിയും കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി 3-4 അല്ലി എടുത്തിട്ടുണ്ട്, അതും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതും കൂടെ ഒന്ന് മൂത്ത് വരണം. ഒരുപാട് മൂപ്പ് വേണ്ട. ഈ ബാക്കിയുള്ളത് ഈ കൊച്ചുള്ളിയും കാന്താരിയും ഈ പാവയോടെ കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരണം. ചെറിയ രീതിയിൽ നമുക്കിത് മൂപ്പിക്കാം. നമ്മൾ അരപ്പുണ്ടല്ലോ വേണ്ടേ. കണ്ട, വെള്ളം അതിന് ഒഴിച്ചിട്ടില്ല. 2 സ്പൂൺ വെള്ളം ഒഴിച്ച് അമ്മ അരച്ചെടുത്ത് ഇതിനകത്തിട്ട് മൂപ്പിക്കാൻ വേണ്ടി കാണിച്ചു തരാം. നല്ല ടേസ്റ്റ്, ഒത്തിരി ദിവസം ഇരിക്കും തീയൽ. നമുക്ക് ഇത് മൂപ്പിക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി പാവയ്ക്കയും കാന്താരിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പുണ്ടല്ലോ, വെള്ളം അധികം ചേർക്കാതെ 2 സ്പൂൺ വെള്ളമായിട്ട് ഈ അരപ്പ് ഇതിനകത്തോട്ടിടാം. അപ്പം ഈ അരപ്പ് നല്ലോണം മൂക്കണം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിക്കാം. നല്ല വൃത്തിയായിട്ട് ഈ അരപ്പ് ഈ കിടന്ന് മൂക്കണം. മൂത്ത് എണ്ണ തെളിയണം. ഇതിനകത്തൊരു ഇച്ചിരി ഉണ്ടത് നമുക്ക് വെള്ളം കുലുക്കി വെക്കാം. ഇത് വേണ്ട, ഇപ്പം മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പാവയ്ക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ടോ, ഞാനിപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് പണ്ടുള്ള ആൾക്കാരെ ഈ പാവയ്ക്കകത്തിൽ എൻ്റെ അപ്പൂപ്പന് മീനൊന്നും കൂട്ടത്തില്ല, സ്വാമിയായിരുന്നു. അപ്പോൾ അപ്പൂപ്പന് പണ്ട് കിടക്കാണോ പാവയ്ക്ക ഇട്ട് തീയൽ വെച്ചിട്ട് കത്രിക്ക ഇട്ട് തീയൽ വെക്കും, കൊച്ചുള്ളി ഇട്ട് തീയൽ വെക്കും. എന്നിട്ട് ഒരു പപ്പടവും ഒരു ഉപ്പുമാങ്ങയും അല്ലെങ്കിൽ 2 കത്രിക്ക വറുത്തത്. നല്ല ടേസ്റ്റാണ്. അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ളത് പാവയ്ക്ക തീയലാണ്. ഒത്തിരി ദിവസം വെച്ചിന്ന് വറ്റിച്ച് അപ്പൂപ്പന് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇറച്ചിയൊന്നും കൂട്ടത്തില്ലായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. അതിന് ഇതിറക്കൊന്നുമല്ല, നമ്മൾ അമ്മിക്കല്ലിൽ വെള്ളം തൊടാതെ അരച്ച് ഇത് ഒത്തിരി ദിവസം ഇരിക്കും, ഒരുപാട് ദിവസം ഇരിക്കും. കറണ്ടിട്ടപ്പോഴും ഇളക്കാതെ ഇട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ മിക്സിയിലൊക്കെ അല്ലേ ചെയ്യുന്നത്. അതിനൊക്കെ എൻ്റെ അമ്മയും കുടുംബക്കാരും ഒക്കെ കല്ലിൽ അരച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റുമായിരുന്നു. ആണ് അപ്പോഴും മിക്സി അരക്കുന്നത് ഇഷ്ടമല്ല, അത് കല്ലേ തന്നെ അരക്കണം. കത്രിക്ക തീയൽ, പപ്പട തീയൽ ഉണ്ടാക്കുകയെ സൂപ്പർ. അതിനകത്ത് തേങ്ങ വറുത്തരച്ച് കൊച്ചുള്ളിയും പപ്പടം വറുക്കാതെ തന്നെ പച്ചക്ക് കീറിയിട്ട് സൂപ്പർ ടേസ്റ്റാണ് പപ്പട തീയൽ. അത് നല്ല ടേസ്റ്റാണ്. നല്ലൊരു മണം വരുന്നത് കേട്ടോ. അത് മൂക്കുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ഒരു മണമാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി ഇങ്ങനെ കിടക്കണം. കിടന്നിട്ട് ചെറിയ തീയിലിട്ട് ഇങ്ങനെ വേണ്ട മൂത്ത് കളർ വരണം. എങ്കിൽ ആ തീയലിനൊരു ടേസ്റ്റ് കിട്ടണം. കുറച്ച് നേരം കിടക്കണം. നമുക്ക് ഇറങ്ങി കൊടുക്കാം. ഞാൻ ചോറിനാൻ പോകുമ്പോൾ എനിക്ക് നല്ല വിശക്കുന്നു. അത് നമുക്ക് ചോറ് വിളമ്പാം. നമ്മളവിടെ ചോറ് കുറച്ചെടുക്കുന്നുള്ളേ, കുറച്ച് ചോറ് മതി. പിന്നെ നമ്മുടെ നല്ല പാവയ്ക്ക തീയൽ കേട്ടോ, അതൊക്കെ സൂപ്പറായിട്ടില്ലേ.
അപ്പം നമുക്കത് അറ്റത്തുനിന്ന് എടുക്കാം. കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പാവയ്ക്കകത്ത്. പിന്നെ നമ്മൾ കരുവാട് വറുത്തായിരുന്നേ, ഉലുവാച്ചി കരുവാട് മേടിച്ച് വറുത്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം ഉണ്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ.